നമസ്കാരം. കേരളത്തിലെ നിയമസഭാ സാമാജികരിൽ ഏറ്റവും ഭംഗിയായി ആശയവിനിമയം നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെയാണെന്ന് പറയേണ്ടി വരും. കേരളത്തിൽ യു.ഡി.എഫിനെ 102 സീറ്റുകളിൽ വിജയമുറപ്പിച്ചതിൽ വി.ഡി. സതീശന്റെ വാക്ചാതുര്യവും മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. വി.ഡി. സതീശന്റെ ഉരുളക്കുപ്പേരി മറുപടികൾക്ക് വലിയ ഫാൻസ് തന്നെ കേരളത്തിലുണ്ട്. ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മറുപടിയായി നടത്തിയ നന്ദി പ്രസംഗത്തിൽ മുഖ്യമന്ത്രി കത്തിക്കയറിയത് ഇടതു കേന്ദ്രങ്ങളുടെ നെഞ്ച് തകർത്തുകൊണ്ടാണ്. നിയമസഭയിൽ ഇന്ന് അക്ഷരാർത്ഥത്തിൽ മാസാകുന്ന സതീശനെയാണ് കണ്ടത്. 10 വർഷം ഇടതുപക്ഷം അവകാശപ്പെട്ട ഇടതു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ കാറ്റഴിച്ചു വിടുകയായിരുന്നു വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉയർത്തിയ വാദങ്ങളെ ശരിക്കും ഖണ്ഡിച്ചു അദ്ദേഹം. ഇടതുപക്ഷം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച കള്ളത്തരങ്ങളെയും പൊളിച്ചടുക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന സർക്കാർ ധനകാര്യ വിഷയത്തിൽ ധവളപത്രം പുറത്തിറക്കിയ ശേഷമാണ് ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ ഭരണസംഘത്തിന്റെയും കഴിഞ്ഞ 10 വർഷത്തെ കനത്ത പരാജയങ്ങളുടെയും ദയനീയമായ ധനകാര്യ വീഴ്ചകളെയും സഭയ്ക്കുള്ളിൽ കൃത്യമായ കണക്കുകളോടെ വിചാരണ ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം സഭയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നതായി മാറി. മുൻകാല ഭരണാധികാരികളിൽ നിന്നും തികച്ചും ഭിന്നമായി കേരളത്തിന്റെ നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി ഒരൊറ്റ പേപ്പർ പോലും നോക്കി വായിക്കാതെ അതീവ കാര്യമാത്ര പ്രസക്തമായി ദീർഘവീക്ഷണത്തോടെ സഭയെ പൂർണ്ണമായും കയ്യിലെടുത്തുകൊണ്ട് സംസാരിക്കുന്നത്. വരും തലമുറകളിലെ ജനപ്രതിനിധികൾക്ക് വലിയൊരു വഴികാട്ടിയാണ് വി.ഡി. സതീശൻ തന്റെ പ്രസംഗത്തിലൂടെ കാട്ടിത്തന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. സംസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ നേർക്കാഴ്ചയായ ധവളപത്രം കേവലം ഒരു രാഷ്ട്രീയ രേഖയല്ല എന്നും മറിച്ച് കഴിഞ്ഞ 10 വർഷത്തെ ഇടത് സർക്കാരിന്റെ ധന ദുർവിനിയോഗത്തിന്റെ കണ്ണാടിയാണെന്നും മുഖ്യമന്ത്രി പ്രസംഗത്തിൽ വ്യക്തമാക്കി. 6000 കോടി രൂപ ബാക്കി എന്ന കള്ളക്കഥ പൊളിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ട്രഷറിയിൽ 6000 കോടി രൂപ ബാക്കി വെച്ചിട്ടാണ് പോയതെന്ന പ്രചരണം പച്ചക്കള്ളമാണെന്ന് മുഖ്യമന്ത്രി സഭയിൽ തുറന്നടിച്ചു. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഉദാഹരണ സഹിതമാണ് സതീശൻ വിശദീകരിച്ചത്. മെയ് 16-ന് പുതിയ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ട്രഷറിയിൽ വെറും 2000 കോടി രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. IGST ഗ്രാന്റും മറ്റ് കേന്ദ്ര വിഹിതങ്ങളും ചേർത്ത് പലപ്പോഴായി പണം വരുമെങ്കിലും സർക്കാർ നൽകാനുള്ള അടിയന്തര ബാധ്യതകൾ നിലനിൽക്കെ 6000 കോടി ഉണ്ടെന്ന് പറയുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 50,000 രൂപ ശമ്പളമുള്ള ഒരാൾ തന്റെ കടങ്ങളും ബില്ലുകളും വിട്ടാതെ ആ പണം പോക്കറ്റിൽ വെച്ച് തന്റെ പക്കൽ പണമുണ്ടെന്ന് അവകാശപ്പെടുന്നത് പോലെയാണ് മുൻ സർക്കാരിന്റെ നിലപാടെന്നും അദ്ദേഹം പരിഹസിച്ചു. പത്രക്കാരനും പാൽക്കാരനും പലചരക്ക് കടക്കാരനും പണം നൽകാതെ വാതിലടച്ചകത്തിരിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിന്റെ ഖജനാവിനെ എത്തിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട 3ാം ഗഡുവായ 1982 കോടി രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള 377 കോടി രൂപയും നൽകാൻ കഴിഞ്ഞ സർക്കാർ തയ്യാറായില്ല. 6000 കോടി രൂപ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട തുകയ്ക്ക് 1ാം പരിഗണന നൽകിയില്ല എന്ന ചോദ്യം റിപ്പോർട്ട് ഉയർത്തുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആരോഗ്യ ഭക്ഷ്യമേഖലകളെയും ഈ സാമ്പത്തിക പ്രതിസന്ധി സാരമായി ബാധിച്ചു. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് 476 കോടി രൂപ നൽകാത്തതിനാൽ ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുഞ്ഞുങ്ങൾക്ക് ഗുണനിലവാരമുള്ള മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ മാത്രം 2017 കോടി രൂപയുടെ ബാധ്യതയുണ്ട്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കാര്യത്തിൽ വലിയ വഞ്ചനയാണ് നടന്നതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. ജീവനക്കാർക്ക് DA കുടിശ്ശിക ഇനത്തിൽ 25,000 കോടി രൂപയും പെൻഷൻകാർക്ക് 14,387 കോടി രൂപയും നൽകാനുണ്ട്. ട്രഷറിയിൽ പണമുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും ഈ അർഹമായ തുക വിതരണം ചെയ്യാതെ മാറ്റിവെച്ചത് ഭരണപരമായ വലിയ വീഴ്ചയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.